നബിയേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൈപിടിച്ചിട്ട് പറയാ, നബിയേ 100 1000 ഈന്തപ്പനത്തോട്ടത്തിന്റെ വില ചോദിച്ചാലും അങ്ങ് ആഗ്രഹിച്ച, അങ്ങ് ഇഷ്ടപ്പെട്ട ആ യതീമീങ്ങളായ മക്കൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കും നബിയേ. അതിനുള്ള സമ്പത്ത് എന്റെ പടച്ചിറപ്പ് എനിക്ക് തന്നല്ലോ, അത് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ള ദീനിയായ ബോധം അങ്ങനെക്ക് പഠിപ്പിച്ചു തന്നല്ലോ നബിയേ. ആരുടെ കൊടുക്കാൻ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അപ്പൊ കൊടുത്തതുപോലെ കൊടുക്കാൻ ഇപ്പൊ ആരുണ്ട്? 4644 മൊത്തം കൊടുക്കണമെന്ന് പറഞ്ഞില്ല, ഒരു അംശത്തിന്റെ ഒരു അംശം 4644 ഉണ്ടാ. എഴുന്നേറ്റ് പറയാൻ സഹോദരിമാരുണ്ടാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണ്ട സ്വർഗം കാണും, വേറൊന്നിനുമില്ല. ഒരുപാട് സഹോദരിമാര് സ്വർണ്ണമൊക്കെ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ടേ പോകും. ആരെങ്കിലും ഒരാള് 4644 പറയാം, പ്രവാചകൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയാം. ഇന്നത്തെ ദിവസം പ്രവാചകൻ കടന്നുപോയി, ഇസ്രാഉം മിഅ്റാജും കടന്നുപോയി, നമുക്ക് സന്തോഷമായിട്ട് സമ്മാനമായി കൊണ്ടുവന്ന പരിശുദ്ധമായ നിസ്കാരത്തിന്റെ ദിവസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ പോകാൻ 4444 രൂപ ഈ ദിവസം കൊടുക്കാനാണ്, ഈ തിങ്കളാഴ്ച രാവിലെ കൊടുക്കാനാരുണ്ട്? ആരുണ്ട് കൊടുക്കാൻ? എല്ലാ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എല്ലാ അമലുകളും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഈ തിങ്കളാഴ്ച രാവിലെ നമ്മുടെ അമൽ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോ 4444 രൂപ പാവപ്പെട്ട യതീമുകളെ സഹായിക്കാൻ കൊടുത്താൽ അള്ളാഹു സ്വീകരിക്കും. 4444 പകരം 4 ലക്ഷത്തിന്റെ ബുദ്ധിമുട്ട് അള്ളാഹ് മാറ്റിത്തരും. വെറുതെ പറഞ്ഞല്ല. എന്നോടൊപ്പം മന്നാനിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻവർ മന്നാനി, അദ്ദേഹത്തിന്റെ മാതാവിന് ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗമാണ്. അള്ളാഹു അതുപോലുള്ള മാരകമായ രോഗം തരാതിരിക്കട്ടെ. ആ രോഗം മാറുന്നതിൽ ഒരൊറ്റ കുത്തിവെപ്പ് മതി, വേറൊന്നും വേണ്ട. ഒരേ ഒരു കുത്തിവെപ്പ് മതി. പക്ഷെ ആ കുത്തിവെപ്പിന്റെ വില എത്രയാ? 6 ലക്ഷം രൂപ. എവിടെ പോകും? അള്ളാഹു രോഗം തന്ന അള്ളാഹു മാരകമായ രോഗങ്ങൾ നമുക്ക് തരാതിരിക്കട്ടെ. ഉണ്ടാ 4644 ഉണ്ടാവനെ ഒരു സഹോദരി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലമ. അർഹമുർ റഹീമായ തമ്പുരാനേ, കൃപയുള്ള അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ സലാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സ്വലാത്തുകൾ ചൊല്ലാൻ കാരണക്കാരിയായ ആ സഹോദരിയെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ തിങ്കളാഴ്ച രാവിലെ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിലേക്ക് 4444 നാരിയത്ത് സലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടാൻ അല്ലാഹുവേ 4444 രൂപ കൊടുത്ത ആ സഹോദരിയുടെ പേര് നിനക്കറിയാമല്ല, ആ സഹോദരിയുടെ ആഗ്രഹങ്ങളും നിനക്കറിയാം റബ്ബേ. അല്ലാഹുവേ, ആ സഹോദരിയുടെ ഹലാലായ ആഗ്രഹങ്ങൾ മുഴുവനും നീ സാധിപ്പിക്കണേ അല്ലാഹ്. ആ സഹോദരിയുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗീയാരാമമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ സഹോദരിയുടെ ഭർത്താവിനെയും സന്താനങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിദായത്തും ഈമാനും കാമിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ സഹോദരിയും ആ സഹോദരിയുടെ കുടുംബവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, വിഷമങ്ങൾ, യാതനകൾ, കട്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ പടച്ച റബ്ബേ, ഈ തന്നുപോര സദഖയുടെ ഹക്ക് കൊണ്ട് മാറ്റണേ അല്ലാഹ്. നാളെ ഖബറിന്റെ വെളിച്ചമായി കൂട്ടുകാരനായി ഈ സദഖയെ നീ കൊടുത്തനുഗ്രഹിക്കണേ റബ്ബേ. ഇനിയുണ്ടാ 4644 ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണ്ട സ്വർഗം കാണാൻ ആരുണ്ട് കൊടുക്കുക? സഹോദരന്മാരുണ്ടോ? എഴുന്നേറ്റ് പറയാം, ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഒരു 3333 രൂപ ഒരു സഹോദരൻ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അതുപോലെ ഒരുപാട് പേര് സ്വർണ്ണാഭരണം നൽകിയിട്ടുണ്ട്. സഹോദരിമാർക്കൊക്കെ ദുആ ചെയ്തിട്ടേ പോകും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആ ചെയ്തിട്ടേ പോകും. ഇനി ഉണ്ടോ 4544 പറയാം? ഇല്ല. ഇനി അടുത്ത രണ്ടാമത്തെ സമ്പന്നനെ കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാം. ഒന്നാമത്തെ സമ്പന്നൻ
ഉണ്ടോ? ഒരു സഹോദരി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലം. അർഹമുർ റഹീമായ തമ്പുരാനേ, കൃപയുള്ള അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സലാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സലാത്തുകളെല്ലാം കാരണക്കാരിയായ ആ സഹോദരിയെ സ്വീകരിക്കണേ അല്ലാഹ്. ആ സഹോദരിയുടെ പേര് നിനക്കറിയാമല്ലാ, ആ സഹോദരിയുടെ ആഗ്രഹങ്ങളും നിനക്കറിയാം റബ്ബേ. ഹലാലായ ആഗ്രഹങ്ങൾ മുഴുവനും നീ സാധിപ്പിക്കണേ അല്ലാഹ്. ആ സഹോദരിയുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗീയ ആരാമമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ സഹോദരിയുടെ ഭർത്താവിനെയും സന്താനങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിദായത്തും ഈമാനും കാമിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ സഹോദരിയും ആ സഹോദരിയുടെ കുടുംബവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങള്, വിഷമങ്ങള്, യാതനകൾ, കട്ടപ്പാടുകള്, ദുരിതങ്ങള്, ദുരന്തങ്ങള് പടച്ച റബ്ബേ, ഈ തന്നുപോയ സദഖയുടെ ഹക്ക് കൊണ്ട് മാറ്റണേ അല്ലാഹ്. നാളെ ആഖിറത്തിന്റെ ഖബറിന്റെ വെളിച്ചമായി ഈ സദഖയെ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒന്നാമത്തെ സമ്പന്നൻ, അള്ളാഹു സമ്പത്തും കൊടുത്തു, അതുപോലെ തന്നെ അത് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ള ദീനിയായ ബോധവും കൊടുത്തു. അതിന്റെ ഉദാഹരണം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഇനി രണ്ടാമത്തെ സമ്പന്നനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, വറജുലുൻ ആതാഹുല്ലാഹു ഇൽമൻ വലാ മാലാ. അല്ലാഹുവിന്റെ നൂറാനിയപ്പായ പ്രകാശമായ അറിവല്ലാഹു ഒരുപാട് വാരിക്കോര് ചുരുന്നു കൊടുത്ത മനുഷ്യന്, പക്ഷേ അല്ലാഹുവിന്റെ സമ്പത്ത് അല്ലാഹു കൊടുത്തില്ല. ഒരുപാട് അറിവുണ്ട്, പക്ഷേ സമ്പത്തില്ല. ഈ മനുഷ്യൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന എന്തെന്നറിയോ? ഈ മനുഷ്യന്റെ മനസ്സുകൊണ്ട് അവൻ ചിന്തിക്കുന്നതെന്താ? അല്ലാഹേ, 6666 രൂപ പറഞ്ഞപ്പോ 4444 രൂപ പറഞ്ഞപ്പോ അല്ലാഹുവേ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലാ, പക്ഷേ അത് കൊടുക്കാനുള്ള സമ്പത്ത് നീ എനിക്ക് തന്നില്ലല്ലോ അല്ലാ. എത്രയോ സഹോദരിമാര് ഈ പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിലിരുന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാ, അല്ലാഹുവേ സ്വർണ്ണാഭരണം കൊടുക്കുന്നവർക്ക് പ്രത്യേക ദുആയുണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവേ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലാ, പക്ഷേ എന്റെ കാതിൽ കിടക്കുന്നത് ഫാൻസിയുടെ കമ്മലാ, എന്റെ കയ്യിൽ കിടക്കുന്നത് ഫാൻസിയുടെ വളയാ, എന്റെ കഴുത്തിൽ കിടക്കുന്നത് ഫാൻസിയുടെ മാലയാ. അല്ലാഹുവേ സ്വർണത്തിന്റെ ഒരു തരിയെങ്കിലും നീ എനിക്ക് തന്നിരുന്നെങ്കിൽ പാവപ്പെട്ട യതീമീങ്ങളായ പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന് വേണ്ടി ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അല്ലാ, പക്ഷേ കൊടുക്കാനുള്ള സ്വർണ്ണാഭരണം നീ എനിക്ക് തന്നില്ലല്ലോ റബ്ബേ. കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കൊടുക്കാനുള്ള സമ്പത്ത് അള്ളാഹു കയ്യിൽ കൊടുത്തില്ല. ഇൽമുണ്ട്, പക്ഷേ സമ്പത്തില്ല. രണ്ടാമത്തെ വിഭാഗത്തിന്റെ ഉദാഹരണം ആരാ? രണ്ടാമത്തെ വിഭാഗത്തിന്റെ ഉദാഹരണമാരാ? ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈറ്റപ്പുലിയെന്ന് ലോകം തലകുലിക്ക് സമ്മതിച്ച മദീനയുടെ പച്ചക്കുബക്കകത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നായകന്റെ പുന്നാര മരുമകന് സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് പണ്ടവൻ തന്നോട് ദീനിൽ ഉൾക്കൊണ്ട് നിണ്ടുള്ളോരാധനധീരരേ മക്കാമണൽ
കാലഘട്ടിന്തിക്കൊക്കെ ഞെട്ടിച്ച ഹക്കറിഞ്ഞലി ഹൈദർ സൂരരേ. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയ അള്ളാഹുവിന്റെ റസൂല് വിവാഹം കഴിച്ചു കൊടുപ്പതാർക്കാ? മദീനയിലുള്ള മക്കയിലുള്ള ഒരുപാട് കോടീശ്വരന്മാര് കടന്നു വന്നിട്ട് പുന്നാര നബിതങ്ങളോട് പറയുന്നു, നബിയേ നബിയേ, അങ്ങയുടെ കരളിന്റെ കഷ്ടമായ കണ്ണിന്റെ കൃഷ്ണമണിയായ ഫാത്തിമ ബീബി എന്റെ മകനങ്ങ് വിവാഹം കഴിച്ചു തന്നാ. ഫാത്തിമ ബീബിയെ ഒരു ബ്രാസിന്റെ ഒരു തട്ടിലും ബ്രാസിന്റെ മറ്റേ തട്ടിൽ ഫാത്തിമ ബീബിയുടെ തൂക്കത്തിനനുസരിച്ച് ഞങ്ങൾ സ്വർണം തരാം നബിയേ, സമ്പത്ത് തരാം നബിയേ. വാഗ്ദാനം പുല്ലുപോലെ പുറങ്കാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞിട്ട് മഹാനായ അലിയാർ തങ്ങൾ അടുക്കലേക്ക് വിളിച്ചിട്ട് പൊന്നാര നബി തങ്ങൾ പറയുകയാ, അലിയേ എന്റെ പൊന്നുമകൾ ഫാത്തിമയെ വിവാഹം കഴിക്കാ നിനക്ക് സമ്മതമാണോ അലിയേ? ഏത് പിതാവിനിതുപോലെ പറയാൻ പറ്റുമപ്പാ? ഈ മുണ്ടപ്പോട് താമസിക്കുന്ന ഉപ്പാ, നിനക്കിതുപോലെ പറയാനൊക്കോ? നിന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിക്കാ നീ തിരഞ്ഞെടുക്കുന്ന പുതുമാപ്പിളയുടെ ക്വാളിഫിക്കേഷൻ എന്താ? സമ്പത്ത് നോക്കിയിട്ടല്ലേ നീ കൊടുക്കുന്നത്? ഭൗതിക ബോധങ്ങൾ നോക്കിയിട്ടല്ലേ നീ കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് നോക്കിയതെന്താ? ഭൗതികതയുടെ പുറങ്കാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞിട്ട് ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് ദീനിയായ അറിവുള്ള അലിയാർ തങ്ങൾ അടുക്കലേക്ക് വിളിച്ചിട്ട് പുന്നാര നബി തങ്ങൾ പറയുന്നു, അലിയേ എന്റെ പൊന്നുമകളെ വിവാഹം കഴിക്കാം നിനക്ക് സമ്മതമാണോ? സമയത്ത് അലിയാർ തങ്ങൾ പറയുന്നു, നബിയേ ഒട്ടകങ്ങൾക്ക് പുല്ല് പറിച്ചിട്ട് കിട്ടുന്ന ദിർഹം കൊണ്ട് ജീവിക്കുന്ന താരങ്ങളെയാ എന്റെ ഫാത്തിമയെ സന്തോഷത്തോടെ ജീവിപ്പിക്കുന്നത് നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിയേ നിന്റെ സമ്പത്ത് കണ്ടുകൊണ്ടല്ല ഞാൻ എന്റെ ഫാത്തിമയെ നിനക്ക് തരുന്നത്. അല മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള കവാടമാ അലിയാർ തങ്ങളാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ അല്ലാഹു ഒരുപാട് അറിവുകൾ വാരിക്കോര് ചൊരിഞ്ഞു കൊടുത്ത മനുഷ്യനാ അലിയാർ തങ്ങൾ. അല്ലാഹു ഒരുപാട് അറിവ് കൊടുത്ത മനുഷ്യനാ. ഈ അലിയാർ തങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചതെന്താ? അല്ലാഹുവേ, ഉസ്മാനിന് കൊടുത്തതുപോലെ നീ എനിക്ക് സമ്പത്ത് തന്നിരുന്നെങ്കിൽ പടച്ചറബ്ബേ നിന്റെ ദീനിന് വേണ്ടി ഞാൻ കൊടുത്തനെ അല്ല. പക്ഷേ കൊടുക്കാനുള്ള സമ്പത്ത് നീ എനിക്ക് തന്നില്ലല്ലോ റഹ്മാനെ. ഒരുപാട് അറിവുണ്ട്, പക്ഷേ സമ്പത്തില്ല. മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹം ഇതുപോലെയാണെങ്കിൽ നമ്മുടെ നിയ്യത്ത് പോലെ ഇരിക്കും പടച്ചറബ്ബ് തരുന്നേ. ഇതുപോലെയാണ് നമ്മുടെ നിയ്യത്തെങ്കിൽ അല്ലാഹു നമ്മൾ അറിയാത്ത ഭാഗത്തിലൂടെ സമ്പത്ത് തരും. അല്ലാഹു തന്നനുഗ്രഹിക്കട്ടെ. ഇനി ഉണ്ടാ കൊടുക്കുക 4454 അലിയാർ തങ്ങൾ കണ്ട സ്വർഗം കാണാം. സഹോദരിമാരേ ഉള്ളൂ 4454 കൊടുക്കുക. സഹോദരന്മാരും ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും ഒരാളുണ്ട് എഴുന്നേറ്റ് പറയാം. സഹോദരന്മാര് ഇൻഷാ അല്ലാഹ് എഴുന്നേറ്റ് പറയാം. നീ നരകത്തിലേക്ക് പോകുന്ന 2 സമ്പന്നന്മാരൂടെ ഉണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരുപാട് ലിസ്റ്റുകളിവിടെ വന്നിട്ടുണ്ട്. അത് മുഴുവൻ ഒന്ന് വായിക്കണം. എന്നിട്ട് വേണം ഇൻഷാ അല്ലാഹ് നരകത്തിലേക്ക് പോകുന്ന സമ്പന്നനെ പറഞ്ഞിട്ട് ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിയാം. ഇൻഷാ അല്ലാഹ് ഉണ്ടാ 4554 കൊടുക്കണ്ട. ഇൻഷാ അല്ലാഹ് നാളെ വരുന്ന സ്ഥാനത്ത് കൊടുത്ത് നാളെയും വരുന്നുണ്ടല്ലോ. നാളെ ഉണ്ട്, മറ്റന്നാണ്ട്, അതിന്റെ വിട്ടുന്നുണ്ട്, അങ്ങോട്ടും കിടക്കുകയല്ലേ. ഒരുപാട് കൊടുക്കാൻ നമ്മൾ എല്ലാം കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് കൊടുത്താൽ മതി. അല്ലാഹു സ്വീകരിക്കട്ടെ. ലിസ്റ്റൊക്കെ ഒന്ന് വായിച്ചാൽ ഇൻഷാ അല്ലാഹ് പ്രത്യേകം കാര്യമായിട്ട് ദുആ ചെയ്യാം. സ്വർണ്ണമൊക്കെ തന്നവർക്ക് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കട്ടെ. സ്വർണ്ണാഭരണം തന്നവരെയൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണം ധരിച്ച് സ്വർഗത്തിന്റെ അകത്ത് സന്തോഷത്തോടെ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ആ സഹോദരിമാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എഴുന്നേറ്റ് ഒന്ന് വായിക്കും. ആ ലിസ്റ്റുകളൊക്കെ ഒന്ന് വായിക്കും. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, ഒരുപാട് ലിസ്റ്റുകളിലൂടെ വായിക്കാനുണ്ട്. ഓരോ ആളുകൾക്കും അവരുടെ ആഗ്രഹങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അല്പസമയം എല്ലാ സഹോദരന്മാരും ക്ഷമിക്കണമെന്ന് അറിയിക്കുന്നു. കാരണം ഓരോ ആളുകളുടെയും അടുത്തറിയുമ്പോഴാണ് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയുക.
നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ലെങ്കിലും ഈ സംഗമത്തെ സംഗമിച്ച് ഒരുപാട് ആളുകൾക്ക് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ ലിസ്റ്റ് വായിക്കും. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമേ എല്ലാവരും പോകാൻ പാടുള്ളൂ ആദ്യമേ അറിയിക്കുന്നു. അനുജന്റെ രോഗം ഭേദമാകാൻ സഹോദരൻ ദുആ ചെയ്യാൻ 313 രൂപ. കടം തീരുവാനും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു സഹോദരി ഗർഭിണിയായ ഭാര്യയ്ക്ക് സുഖപ്രസവം ലഭിക്കാനും പിതാവിന് രോഗം മാറാനും ജോലിയിൽ ബറക്കത്ത് ലഭിക്കാനും പ്രത്യേകം ദുആ ചെയ്യണം. എന്റെ മകൾക്ക് സന്താനം ലഭിക്കാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. മുത്തറസൂലിനെ സ്വപ്നം കാണുവാനും മകളുടെ കാലിന്റെ അസുഖം മാറുവാനും ഭർത്താവിനെയും മകളെയും സാലിഹ്യങ്ങളാക്കി തീർക്കുവാനും ആരോഗ്യം നൽകാനും പ്രത്യേകം ദുആ ചെയ്യാൻ. മരിച്ച ഉപ്പ ഉമ്മ എന്നിവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. രോഗം മാറാൻ വേണ്ടി, പൊതുപരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി, മരിച്ചുപോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ, എന്റെയും ഭർത്താവിന്റെയും അസുഖം മാറാനും മക്കൾ നന്നാവാനും വേണ്ടി ദുആ ചെയ്യാൻ. മരിച്ചുപോയ ഭർത്താവിനും ഉപ്പാക്കും അതുപോലെ തന്നെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉസ്താദ് ദുആ ചെയ്യണം. കടം വീട്ടാൻ വേണ്ടി ഒരുപാട് കടമുണ്ട്, സാമ്പത്തികമായി കഴിവില്ല, ഭർത്താവിനും കഴിവില്ല, മക്കളെ സ്വാലിഹായ മക്കളാക്കുവാൻ ദുആ ചെയ്യണം. ഹജ്ജും ഉംറയും ചെയ്യുവാൻ ദുആ ചെയ്യണം. ഉപ്പയും ഉമ്മയും മക്കളും യോജിപ്പിൽ നീങ്ങാൻ ദുആ ചെയ്യണം. ഭർത്താവിനും മകൾക്കും ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. പഠിക്കുന്ന മകൻ നല്ല ബുദ്ധി കൊടുക്കുവാനും ദുആ ചെയ്യാൻ. എനിക്ക് ഷുഗർ എന്ന രോഗമുണ്ട്, അത് സുഖപ്പെടാനും പ്രാർത്ഥിക്കണം. മകളുടെ കുട്ടി സംസാരിക്കാൻ ബുദ്ധിമുട്ട് പ്രയാസപ്പെടുന്നു, അതിന് പ്രത്യേകം ദുആ ചെയ്യാൻ. മരണപ്പെട്ടുപോയ എന്റെ ഉമ്മ ഉപ്പ ഭർത്താവ് മക്കൾ എന്നിവർക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ. എന്റെ സുഖപ്രസവത്തിന് പ്രത്യേകം ദുആ ചെയ്യണം. ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മകൾക്ക് നല്ല ഭർത്താവിനെ കിട്ടുവാനും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരു സഹോദരൻ ജോലി ലഭിക്കാനും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിരിക്കുന്നു. ഹലാലായ മുറാദ് ഹാസിലാകാൻ വേണ്ടി. സ്വാലിഹ സന്താനങ്ങൾക്ക് വേണ്ടി, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടും ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. ഉസ്താദ്, എന്റെ സഹോദരിക്ക് കുറെ കാലമായി നടുവേദന, കുറെ ഡോക്ടർമാരെ കാണിച്ചു, അവർ ഡിസ്കിന് തകരാറായ തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് മാറാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. എന്റെ എല്ലാ അസുഖങ്ങളും മാറിത്തരാൻ ഈ കൊല്ലത്തെ ഹജ്ജിന് പോകാനും ഉസ്താദ് പ്രത്യേകം പ്രാർത്ഥിക്കണം. 20 ദിവസം പ്രായമായ കുഞ്ഞിന്റെ അസുഖം മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട ഉസ്താദ് അവർക്ക് എന്റെ പേര് ഞാൻ പറയുന്നില്ല. എന്റെ കടം വീട്ടി തരുവാനും എന്റെ മകളുടെ പ്രസവം യാതൊരു പ്രയാസവുമില്ലാതെ സുഖപ്രസവമായിരിക്കുവാനും എന്റെ മകന്റെ അസുഖം മാറ്റി തരുവാനും ഉസ്താദ് അവർക്ക് പ്രത്യേകം ദുആ ചെയ്യണം. മരിച്ചുപോയ മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ. ഈമാൻ സലാമത്താകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഉപ്പാക്കും ഉമ്മാക്കും ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. കടം വീട്ടുവാനും വേണ്ടി, മരിച്ചവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആ ഉദ്ദേശം സഫലീകരിക്കാൻ വേണ്ടി. ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ. തലവേദന മാറുവാനും എല്ലാവരുടെയും എല്ലാ അസുഖങ്ങൾ മാറുവാനും പ്രത്യേകം ദുആ ചെയ്യണം. മരണപ്പെട്ടുപോയവർക്ക് വേണ്ടിയും. കല്യാണപ്രായമായ എന്റെ സഹോദരനും സഹോദരിക്കും സാലിഹായ ഇണകളെ കിട്ടാൻ ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യാൻ. മകൻ ആഫിലാകാനും വേണ്ടിയും രോഗത്തിനെ തൊട്ടും അപകടങ്ങളെ തൊട്ടും കാക്കുവാനും ഈമാനോടുകൂടി മരണപ്പെടുവാനും വേണ്ടി ദുആ ചെയ്യാൻ. ആരോഗ്യത്തിന് വേണ്ടി മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കുവാനും പ്രത്യേകം ദുആ ചെയ്യാൻ. ഒരു സഹോദരി 500 രൂപ. സ്വീകാര്യമായ ഹജ്ജും ഉംറയും ചെയ്യുവാനും മക്കൾ സ്വാലിഹീങ്ങളാകുവാൻ വേണ്ടിയും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി സഹോദരി 310 രൂപ. ഈമാൻ സലാമത്താകാൻ വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണം. ഈമാനോട് മരിക്കാൻ, അതുപോലെ തന്നെ എല്ലാ രോഗങ്ങളും ശിഫയാകാനും പ്രത്യേകം ദുആ ചെയ്യാൻ. കടം വീട്ടാൻ വേണ്ടിയും ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്ത് ചൊരിയാൻ വേണ്ടിയും നല്ലൊരു വീടെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അത് നല്ല നിലയിലാകുവാനും പ്രത്യേകം ദുആ ചെയ്യുക.
ജീവിതത്തിൽ ബാക്കിയുള്ള കാലം മുഴുവൻ അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. മറ്റൊരു കത്ത്, എന്റെ കഴുത്ത് വേദന സുഖമാകാൻ ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. മറ്റൊരു സഹോദരി 500 രൂപയും ഒരു സ്വർണ്ണ വളയും നൽകിയിരിക്കുന്നു. വീടിന്റെ പണി പൂർത്തിയാകുവാനും മാനസികമായ അസ്വസ്ഥത നീങ്ങുവാനും പരിശുദ്ധമായ ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ വീട്ടിൽ പലവിധ ബുദ്ധിമുട്ടുകളെ കൊണ്ട് പ്രയാസപ്പെടുന്നു. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരി. മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉസ്താദ് അറിയാൻ ഒരു സ്ത്രീ എഴുതുന്നത്, താഴെ പറയുന്ന അസുഖങ്ങൾക്ക് ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. ഷുഗർ, രക്തോട്ടക്കുറവ്, കണ്ണിന് വേദന, ഞരമ്പിന്റെ അസുഖം, കാഴ്ചക്കുറവ്, ഖുർആൻ പാരായണം ചെയ്യാൻ മറ്റു വായിക്കാനും പറ്റുന്നില്ല, പലയിടങ്ങളിലും കാണിച്ചു ഒരു സുഖവുമില്ല, ഒരു വല്ലാത്ത അസുഖം. ഇത് ഉസ്താദ് എനിക്ക് വേണ്ടിയും എല്ലാവർക്കും പ്രത്യേകമായി ദുആ ചെയ്യണം. ഇതുപോലെ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. കാലിന്റെ മുട്ടിന് വേദനയുള്ള ഒരാള്, അതുപോലെ തന്നെ നിസ്കാരത്തിലുള്ള പ്രയാസപ്പെടുന്ന ഒരുപാട്, ഇങ്ങനെ തുടങ്ങി നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദ് കേട്ടിട്ടുണ്ടാകും. ഇതുപോലെ ഇവിടെ പറയപ്പെടാതെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ടാകും. എല്ലാവരും അവരെ മനസ്സിൽ വെക്കുക. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യും. ഉസ്താദിന്റെ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉസ്താദിനെ ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 2000 രൂപ ഈ നീതന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ മക്കളെ സ്വാലിഹത്താക്കാൻ വേണ്ടിയും ഉണ്ണിന്റെ അസുഖം മാറാൻ വേണ്ടിയും ദുആ ചെയ്യാൻ ഒരു 2 കമ്മൽ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആ സഹോദരിയുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. ആ സഹോദരി എന്തൊക്കെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുവോ അത് മുഴുവനും അല്ലാഹു മാറ്റിക്കൊടുത്ത് സന്തോഷത്തിലാക്കുമാറാകട്ടെ. ഖബറിനകത്ത് അല്ലാഹു വെളിച്ചം കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുവാനുള്ള ഭാഗ്യം ആ സഹോദരിക്ക് നീ കൊടുത്തനുഗ്രഹിക്കുമാറാണ്. ദുആ ചെയ്യാൻ ഒരു സ്ത്രീ അലിക്കത്ത് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആ സഹോദരിയുടെ ആഗ്രഹങ്ങൾ മുഴുവനും അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, വിഷമങ്ങൾ മുഴുവനും അല്ലാഹു മാറ്റിക്കൊടുത്ത് സന്തോഷത്തിലാക്കുമാറാകട്ടെ. മുഴ മാറി കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ രോഗം എന്താണോ അത് മുഴുവനും അല്ലാഹു മാറ്റിക്കൊടുത്ത് ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ ഇൽമിന്റെ സദസ്സിൽ പൈസ തരുന്നത് നീ രോഗശമനം കൊടുക്കുമെന്ന ആഗ്രഹത്തോടെയും ആവേശത്തോടെയും ആ ഒരു വിശ്വാസത്തോടുകൂടിയും ആണ് തമ്പുരാന്. അല്ലാഹുവേ, ദുആ ചെയ്യുന്നവർ പാപിയായി പോയാലും റഹ്മാനെ, നിന്റെ ഇൽമിന്റെ സദസ്സിൽ ദുആ ചെയ്ത് ആമീൻ പറഞ്ഞതിന്റെ കാരണത്താൽ രോഗങ്ങൾ ഒരുപാട് മാറ്റിയ അത്ഭുതങ്ങളും ചരിത്രങ്ങളും ഞങ്ങൾക്കറിയാം തമ്പുരാന്. അതുപോലെ പടച്ചറബേ, ആരെല്ലാം ഇതിനെ സഹായിച്ചുവോ അവരുടെയൊക്കെ മുഴുവൻ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റി നീ അവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഇതെല്ലാം കൂടെ ഒരു സൗകര്യം എന്താണ് ആഗ്രഹം? ഇൻഷാ അല്ലാഹ് സ്വർണം നൽകിയത് എത്രയാണ്? ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരെയൊക്കെ അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിബിലി കീഴ്മാടം SKSSFന്റെ സജീവ പ്രവർത്തകനാണ്. 500 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആ സഹോദരന്റെ ആഗ്രഹങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലാഹു മാറ്റിക്കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. മഴ പെയ്യുന്നതിന് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹുവേ അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസ. അല്ലാഹുവേ, പരിശുദ്ധമായ മഴ നിന്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോയി പരാതി പറയും റഹ്മാനെ? അല്ലാഹുവേ, നീ അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല റബ്ബേ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് സദാ ചൊരിഞ്ഞു തരണേ മന്നാനെ. അപ്പോ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 2 സമ്പന്നന്മാരെ നമ്മൾ അറിഞ്ഞു. അല്ലാഹു ആ സമ്പന്നന്മാരുടെ ലിസ്റ്റിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിന് നമ്മൾ ഈ സ്ഥലത്തിന്റെ ഉടമല്ലേ, മരണപ്പെട്ടു പോയ ആളാണ്.
ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി സ്ഥലം തന്ന ആ സഹോദരൻ മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗീയ സ്ഥലം, സ്വർഗീയ കൊട്ടാരത്തിൽ ആനന്ദിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ സഹോദരനെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നരകത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ സമ്പന്നനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, വറജുലുൻ ആതാഹുല്ലാഹു മാലൻ വലാ ഇൽമ. അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു, പക്ഷേ അത് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ള ദീനിയായ ബോധമില്ല. ദുനിയാവിൽ ആൾക്കാരെ കാണിക്കുന്നതിന് വേണ്ടി വീട് വെക്കുന്ന മനുഷ്യ, ദുനിയാവിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ആനന്ദത്തോടെ സന്തോഷത്തോടെ വാഹനങ്ങളും സുഖസൗകര്യങ്ങളും ഒരുക്കി ജീവിക്കുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു സമ്പത്ത് തന്നിട്ട് അറിവ് തന്നില്ല എങ്കിൽ നീ നരകത്തിന്റെ സമ്പന്നനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു സമ്പന്നനെ കുറിച്ച് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوى. 70 ഒട്ടകങ്ങൾ ചുമക്കാവുന്ന ധനശേഖരണത്തിന്റെ താക്കോൽ കൂട്ടവുമായി ദുനിയാവിന്റെ നെറുകയിൽ കടന്നു വന്ന മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഖാറൂൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ സമ്പന്നന, അവനെ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചപ്പോ, അവന് സമ്പത്ത് കൊണ്ട് പ്രൗഢി നടിച്ചപ്പോ, മറ്റുള്ള ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി കൊട്ടാര സമാനമായ വീട് പ്പോ മറ്റുള്ളവരെ കാണുന്നതിന് വേണ്ടി ആഡംബര വാഹനങ്ങൾ എടുത്തുകൊണ്ട് ദുനിയാവിൽ ആഡംബരത്തോടെ ജീവിച്ചപ്പോ പടച്ചറപ്പ് അവസാനം അവന് കൊടുത്തതെന്താ? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള. അവനെയും അവന്റെ സമ്പത്തിനെയും അവന്റെ കൊട്ടാരങ്ങളെയും അവന്റെ സന്തോഷങ്ങളെയും അവന്റെ വാഹനങ്ങളെയും അല്ലാഹു ഭൂമിയുടെ അടിയിലേക്ക് ആടത്തിക്കളഞ്ഞു. ഖാറൂൻ എന്ന് പറയുന്ന സമ്പന്നൻ, അവന് കൊടുത്ത സമ്പത്ത് പോലെ ലോകത്ത് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. ഏത് അംബാനി വന്നാലും, ഏത് വിജയ് മല്യ വന്നാലും അവന്റെ സമ്പത്തിന്റെ ഒരു അംശം പോലും അവർക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. എത്ര സമ്പത്താ? അവന്റെ സമ്പത്ത് സൂക്ഷിക്കുന്ന ഖജനാവിന്റെ താക്കോലുകൾ മാത്രം ചുമക്കുന്നതിന് 70 ശക്തരായ ഒട്ടകങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സമ്പത്തുണ്ടായിരുന്നു. ഈ സമ്പത്തുള്ള ഖാറൂൻ അല്ലാഹുവിന്റെ ദീനിനെതിരെ പ്രവർത്തിച്ചപ്പോ, ആഡംബരത്തോടെ ജീവിച്ചപ്പോ, പടച്ചറബിനെ മതി മറന്നപ്പോ അവസാനം എന്ത് ചെയ്തു? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള. അള്ളാഹു ഭൂമി അങ്ങോട്ട് പിളർത്തിയിട്ട് യവനെയും അവന്റെ കൊട്ടാരത്തെയും അവന്റെ സന്തോഷങ്ങളെയും അവന്റെ സമ്പത്തിനെയൊക്കെ അള്ളാഹു എന്ത് ചെയ്തു? ഭൂമിയുടെ അടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അഹങ്കരിക്കല്ലും സമ്പത്തു ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് കാണുന്ന കോടീശ്വരൻ നാളത്തെ പാവപ്പെട്ടവനാ. ഇന്ന് കാണുന്ന പാവപ്പെട്ടവൻ നാളത്തെ കോടീശ്വരനായി മാറുന്നതിന് അള്ളാഹ്ക്ക് കഴിയുണ്ട്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ ചക്രമാണല്ലോ, പൈസ എന്ന് പറയുന്നത് ചക്രമാണല്ലോ. ഈ ചക്രം എന്ന് പറഞ്ഞാൽ അത് കറങ്ങിക്കൊണ്ടിരിക്കും. ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇന്ന് എന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ നാളെ വേറൊരാളുടെ പോക്കറ്റിലായിരിക്കും. നാളെ വേറൊരാളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ ചിലപ്പോൾ തിരിച്ച് വേറൊരാളുടെ തീർത്തു പോകും. ഇത് ചക്രമാണ്, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് തന്നോ എന്ന് പറഞ്ഞ് നമ്മൾ ആരും എന്ത് ചെയ്യണ്ട. ഇത് എന്നും ശാശ്വതമാണ് എന്ന് ധരിക്കേ വേണ്ട. കിട്ടിയ സമയത്ത് എന്തെങ്കിലും ചെയ്ത് മാറ്റിവെച്ചാൽ ഖബറിനകത്ത് പോയി സന്തോഷത്തോടെ കിടക്കാം. അള്ളാഹു നല്ല ഭാഗ്യം നൽകട്ടെ. അതിനു വേണ്ടിയാ നമ്മൾ ഇവിടെ കൊടുത്ത്. അള്ളാഹു നമ്മൾ കൊടുത്ത പൈസയൊക്കെ സ്വീകരിക്കട്ടെ, സ്വർണം സ്വീകരിക്കട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹു സഫലീകരിക്കട്ടെ. നരകത്തിൽ പോകുന്ന ഒന്നാമത്തെ സമ്പന്നൻ, സമ്പത്തുണ്ട് പക്ഷെ അറിവില്ല. രണ്ടാമത്തെ സമ്പന്നനാരാ? വറജുലുൻ വമാ ആതാഹുല്ലാഹു മാലൻ വലാ ഇൽമ. സമ്പത്തുമില്ല, അറിവുമില്ല. സമ്പത്തുമില്ല, അറിവില്ല. പക്ഷെ സമ്പന്നന്മാരെ കാണുമ്പോൾ ഈ മനുഷ്യൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന എന്താ? വലിയ വീട് വെച്ച് സമ്പന്നനെ കാണുമ്പോ ഈ മനുഷ്യൻ മനസ്സുകൊണ്ട് ചിന്തിക്കുക, അല്ലാഹുവേ എനിക്കൂടെ നീ കയ്യിൽ കുറച്ച് പൈസ തന്നിരുന്നെങ്കിൽ ഇവനെക്കാളും വലിയ വീട് ഞാൻ വെച്ചനെ അല്ല.
എനിക്കൂടെ കുറച്ച് പൈസ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്നെക്കാളും വലിയ വാഹനം ഞാൻ എടുത്തനെയല്ല. ഇങ്ങനെ ചിന്തിക്കുന്ന സമ്പന്നനും എവിടെ പോകും? ഖാറൂനിനോടൊപ്പം പോയി വീഴേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുക. അള്ളാഹു നമ്മുടെയൊക്കെ സമ്പത്തിനെ നിലനിർത്തുന്ന സമ്പത്താക്കി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്തിട്ട് സ്വീകരിക്കാത്ത കാരണങ്ങൾ എത്രണ്ണം പറഞ്ഞു? 4 എണ്ണം. ഇനി എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. പറഞ്ഞാലും തീരില്ല. ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം വെറും 4 എണ്ണേ പറഞ്ഞുള്ളൂ. ഇനി 6 എണ്ണം പറയാൻ കിടക്കുന്നു. ഇനി അള്ളാഹു ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകട്ടെ. അന്ന് പറയാം. അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് പേര് സമ്പത്തൊക്കെ നൽകി, ഒരുപാട് പേര് പൈസ നൽകി, ഒരുപാട് പേര് സ്വർണം നൽകി. ഇവർക്കൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയും. നിങ്ങളുടെ ആമീനെ പ്രതീക്ഷിച്ച് മാത്രം ഇവിടെ ഇവരൊക്കെ പൈസ തന്നെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد والآل أهل البيت سلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്കേ അറിയൂ. അത് മുഴുവനും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് പടച്ച റബ്ബിനോട് ആമീൻ പറയുക. അള്ളാഹു നമ്മുടെയൊക്കെ ദുആയും ആമീനൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. റഹമുറാഹിമായ തമ്പുരാനേ, കൃപയുള്ള അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ സലാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ റൗളാ ശരീഫിലേക്ക് ഈ സ്വലാത്തുകളെ നീ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണേ അല്ലാ.